ഹായ് ഹലോ, ഞാൻ ഐശ്വര്യ. അപ്പോൾ ഇതൊരു ഒഫീഷ്യൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഇത് അൺഒഫീഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എടുക്കുന്നതിൽ കുറേ ഡിലേ വന്നല്ലോ, ഒരുപാട് ഗ്യാപ്പ് വന്നു, ഒട്ടും കൺസിസ്റ്റൻസി ഇല്ലാതെ വന്നു. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫിസിക്കലി ഫിറ്റ് അല്ലാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനൊരു ഗ്യാപ്പ് വന്നിട്ടുള്ളത്. കേട്ടോ, കയ്യിലൊക്കെ ക്യാനിലേക്ക് ഫിറ്റ് ചെയ്തിട്ടാണ് നടക്കുന്നത്. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, ഞാൻ മലപ്പുറത്ത് കുറച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ചുമ ഭയങ്കരമായിട്ട് കൂടിയിട്ട് ഭയങ്കര ചുമയും വീസിങ്ങും ഒക്കെ ആയിട്ട് അന്ന് ക്ലാസ് കുറച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്ത് തിരിച്ചു വന്നിട്ടും ഇത് കുറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുമയ്ക്കുകയും ചുമയുടെ ഇടയിൽ ഭയങ്കര ശ്വാസം മുട്ടലും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി അങ്ങനെ ചുമ കൂടി ഒരു മൈഗ്രെയിൻ അറ്റാക്ക് പോലെ വന്നു. അങ്ങനെ മൈഗ്രെയിൻ അറ്റാക്ക് വന്നപ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്നില്ല. അങ്ങനെ 108 ആംബുലൻസ് വിളിച്ചു, എന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കി, കാഷ്വാലിറ്റിയിൽ എൻ്റർ ചെയ്തു. അങ്ങനെ അന്ന് അത് പെട്ടെന്ന് സ്റ്റെബിലൈസ് ചെയ്തു. ഒരു വെളുപ്പാങ്കാലത്തൊക്കെ ആയപ്പോഴേക്കും ഞാൻ സ്റ്റേബിളായി തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അടുത്ത മൈഗ്രെയിൻ അറ്റാക്ക് വന്നു. അപ്പോൾ വീണ്ടും എന്നെ ഹോസ്പിറ്റലൈസ് ആക്കി. അപ്പോൾ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഓരോ തവണ ചുമയ്ക്കുമ്പോഴും മൈഗ്രെയിൻ അറ്റാക്ക് വന്നുകൊണ്ടിരിക്കാൻ തുടങ്ങി. അങ്ങനെ ന്യൂറോ കൺസൾട്ടേഷനും അതുപോലെ തന്നെ ജനറൽ ഫിസിഷ്യൻ കൺസൾട്ടേഷനും എല്ലാം ഹാൻഡ് ഇൻ ഹാൻഡ് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു, എനിക്കറിയില്ല. എല്ലാം ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പോയി. ഞാൻ അഡ്മിറ്റായി. അപ്പോൾ ഒരു 1.5 ആഴ്ചയായിട്ട് അഡ്മിറ്റ് തന്നെയാണ്. ഇപ്പോഴും കംപ്ലീറ്റ് ഡിസ്ചാർജ് അല്ല, പോയിട്ട് ഇഞ്ചക്ഷൻസും കാര്യങ്ങളും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വളരെ ടഫായിട്ടുള്ളൊരു ടൈമിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടൈമിലും എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു, എങ്ങനെയാണ്, പഠിക്കുന്നുണ്ടോ, ഈ ഒരു ടൈം പീരീഡിൽ എങ്ങനെയാണ്, എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് എന്താണ്, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മെൻ്റലി ഞാൻ വളരെ സ്ട്രോങ് ആണ്, എന്നെ ഒന്നും ബാധിച്ചിട്ടില്ല. ഫിസിക്കലി നല്ലോണം ബാധിച്ചിട്ടുണ്ട്. കാരണം എണീറ്റ് നിൽക്കാൻ ചില സമയത്ത് പറ്റുന്നില്ല. ഇഞ്ചക്ഷൻസ് ഒക്കെ ഭയങ്കര ഹെവിയാണ്, ഒട്ടുമേ വയ്യ, തീരെ ക്ഷീണമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ മെൻ്റലി ഞാൻ വളരെ സ്ട്രോങ് ആണ്. എന്നെ ഈ ഹോസ്പിറ്റൽ ജേർണിയിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യം ജേർണലിംഗ് ആണ്. അപ്പോൾ എന്നും രാവിലെ ഒരു 6 മണിയാവുമ്പോൾ ഇഞ്ചക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇഞ്ചക്ഷൻസ് കഴിഞ്ഞ ഉടനെ ഞാൻ ചെയ്യുന്ന എൻ്റെ ഹോസ്പിറ്റൽ ജേർണിയിലെ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ജേർണലിംഗ് ആണ്. അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ട് ഈ ഇഞ്ചക്ഷൻസ് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്നത് എന്താ, അന്നത്തെ ദിവസം എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ അതൊക്കെ ഞാൻ എഴുതി വെക്കും. പിന്നെ എൻ്റെ ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള അഫർമേഷൻസ് ഞാൻ എഴുതി വെക്കും. പിന്നെ എനിക്ക് തോന്നുന്ന പോസിറ്റീവ് തോട്ടുകൾ എഴുതി വെക്കും. ഇന്ന് എനിക്ക് എന്തായാലും നല്ലതായിരിക്കും, എൻ്റെ ഹീലിംഗ് ബെറ്റർ ആയിരിക്കും, ഇന്നലത്തെക്കാട്ടിലും എനിക്ക് സുഖം ഞാൻ പ്രാപിക്കും, അങ്ങനെയുള്ള കുറേ നല്ല നല്ല കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കും. അപ്പോൾ എൻ്റെ ജേർണലിംഗ് എന്നെ പോസിറ്റീവ്ലി എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ ഹീലിംഗ് പ്രോസസ്സിനെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ NCERT ഒക്കെ വായിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് NCERT വായിക്കാൻ. അത് എൻ്റെ ഒരു ഹീലിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അത് എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്തിനെയും കൂടെ പോസിറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്ന സാധനമാണ് NCERT. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് NCERTs ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടൈം കിട്ടുമ്പോഴെല്ലാം NCERTs വായിക്കും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യും. ഇത് രണ്ടുമാണ് പഠിത്തം ആയിട്ട് ഹോസ്പിറ്റലിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വിഷൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണല്ലോ, അപ്പോൾ അത് ചെയ്യും. ഞാൻ ഹിസ്റ്ററിയുടെ NCERT ആണ് വായിച്ചത്. അപ്പോൾ അത് വായിച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. തീംസിൻ്റെ NCERT വായിച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. മുമ്പ് വായിച്ചിട്ടുള്ളതാണ്, അല്ലാന്നല്ല, എന്നാലും അത് വായിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതിൽ ഫുള്ളായിട്ട് മനസ്സിലാക്കാനോ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ഓർത്തിരിക്കാനോ അങ്ങനെയൊന്നുമല്ല. ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്നിട്ടും യു ആർ ഡൂയിങ് സംതിങ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് സ്വയം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിരുന്നു. ജേർണി വാസ് വെരി ഡിഫിക്കൾട്ട്. എനിക്കിപ്പോഴും ഹെൽത്ത് ഞാൻ കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്തിട്ടില്ല. ചെയ്ത ഉടനെ
എനിക്ക് നോട്ട് മേക്കിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും ചെയ്യും. എനിക്ക് ഒരുപാട് ഐഡിയാസ് ഹോസ്പിറ്റലിൽ ബെഡിൽ കിടക്കുമ്പോൾ ഐഡിയാസ് ഒബ്വിയസ്ലി വരുമല്ലോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടിയിട്ടുണ്ട്. നല്ല നോട്ട് മേക്കിങ്ങിനെ കുറിച്ച് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് നല്ലൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യും. എത്രയും പെട്ടെന്ന് റിക്കവറായി ക്യാനുല റിമൂവ് ചെയ്ത് ഇഞ്ചെക്ഷൻസ് നിന്ന് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും. എന്നിട്ട് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് തരും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ബൈ ദ ടൈം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടഫ് ടൈംസ് വരും, അതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ടഫ് ടൈംസ് വന്നു കഴിഞ്ഞാലും നമ്മൾ മെൻ്റലി സ്ട്രോങ് ആയിട്ട് ഇരിക്കുക. നമ്മളെ ഒന്നും ബ്രേക്ക് ചെയ്യാൻ നമ്മൾ സമ്മതിക്കരുത്. നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മുടെ കപ്പാസിറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ഒരു കാര്യം പോലും ശ്രമിച്ചു നോക്കാതെ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയരുത്. ശ്രമിച്ചു നോക്കിയിട്ടേ പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് മാക്സിമം മെൻ്റലി സ്ട്രോങ് ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.